മറ്റൊരാളെ കുറ്റപ്പെടുത്തുവാനായിട്ട് നമുക്കൊരു അവകാശവും ഇല്ല. അതായത് അയാൾ ചെയ്യുന്നത് തെറ്റാണ്, ഇതാണ് ശരി, അയാൾ എന്തുകൊണ്ട് തെറ്റ് ചെയ്യുന്നു എന്നൊക്കെയുള്ള അബദ്ധധാരണകൾ തെറ്റാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഓഷോ ഒരു മനോഹരമായ കഥ പറഞ്ഞിട്ടുണ്ട്. പണ്ടൊരിക്കലൊരു രാജ്യത്ത് ഒരു രാജാവുണ്ടായിരുന്നു. ഈ രാജാവിൻ്റെ ദുർഭരണത്തിൽ പൊറുതി മുട്ടിയിട്ട് അവിടുത്തെ ജനങ്ങൾ തീരുമാനിച്ചു, ഇയാളെ നമുക്ക് എങ്ങനെയും ഭരണത്തിൽ നിന്ന് പുറത്താക്കണം. പടയാളികൾ വഴി രാജാവ് ഈ വിവരം അറിഞ്ഞു. രാജാവിന് വളരെയധികം ഭയമായി. കാരണം ജനങ്ങളുടെ ശക്തി എന്താണെന്ന് രാജാവിന് നന്നായി അറിയാമായിരുന്നു. അങ്ങനെ എന്ത് ചെയ്യുമെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് രാജാവിനെ കാണുവാനായിട്ട് ഒരു മാന്ത്രികനായ സന്യാസി വര്യനെത്തുന്നത്. സന്യാസി വര്യനോട് തൻ്റെ ഈ പ്രശ്നത്തെക്കുറിച്ച് രാജാവ് വിശദീകരിച്ചു. സന്യാസി വര്യൻ പറഞ്ഞു, ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒന്നും തന്നെ എൻ്റെ കയ്യിലില്ല. ഇത് താങ്കളുടെ പ്രവൃത്തികൾക്ക് മൂലമുണ്ടായ പ്രശ്നമാണ്. പക്ഷേ ഞാനൊരു കാര്യം ചെയ്യാം. എൻ്റെ കയ്യിൽ ഒരു മാന്ത്രിക പൊടിയുണ്ട്. ആ പൊടി വെള്ളത്തിൽ കലക്കി ആര് കുടിക്കുന്നുവോ അയാൾ ഭ്രാന്തനായി മാറും. ഞാൻ അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ വെള്ളം കുടിക്കുന്ന നദിയിലേക്ക് ഈ പൊടി കലക്കാം. അങ്ങനെ ഈ ജനങ്ങൾ മുഴുവൻ വെള്ളം കുടിക്കുകയും അവർ മുഴുവൻ ഭ്രാന്തരായി മാറുകയും ചെയ്യും. അപ്പോൾ ഒരു പരിധിവരെ താങ്കളുടെ പ്രശ്നങ്ങളിൽ നിന്ന് താങ്കൾക്കൊരു മോചനം ലഭിക്കും. ഇത് കേട്ട ഉടനെ രാജാവിന് പെരുത്ത് സന്തോഷമായി. രാജാവ് പറഞ്ഞു, എൻ്റെ പൊന്നു ആചാര്യ, എത്രയും പെട്ടെന്ന് ആ പൊടി നമ്മുടെ ഈ നദിയിൽ കലക്കുക. രാജാവ് പറഞ്ഞനുസരിച്ച് ഈ സന്യാസി പൊടി എടുത്ത് ആ നദിയിൽ കലക്കുകയും ജനങ്ങളെല്ലാം ആ നദിയിൽ നിന്ന് വെള്ളം കുടിക്കുന്നതിൻ്റെ വഴിയായിട്ട് അവരെല്ലാം ഭ്രാന്തന്മാരായി മാറുകയും ചെയ്തു. ഭ്രാന്തന്മാരായി മാറിയതോടുകൂടി ഒരു വിചിത്ര സ്വഭാവം ഇവരിലേക്ക് കടന്നു വന്നു. ഇവരെല്ലാവരും ഉടുത്തിരുന്ന ഉടുതുണികളെല്ലാം വലിച്ചെറിഞ്ഞ് ഓടുവാനായിട്ട് തുടങ്ങി. ഭ്രാന്തമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുവാൻ തുടങ്ങി. ആണും പെണ്ണും എല്ലാവരും, പ്രായമുള്ളവരും കുട്ടികളും അടക്കം എല്ലാവരും അവരവരുടെ ഉടുതുണി ഉരിച്ചെറിഞ്ഞ് നഗരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുവാൻ തുടങ്ങി. കുറേ പേര് മരത്തിൻ്റെ മേളിൽ കയറുന്നു, ചിലർ മലയുടെ മുകളിൽ കയറി ചാടുന്നു, വെള്ളത്തിൽ നീന്തുന്നു. ആകെ ബഹളം. രാജാവിന് സന്തോഷമായി. രാജാവ് മട്ടുപ്പാവിലിരുന്ന് കണ്ടു. ആർക്കും രാജാവിനെക്കുറിച്ച് ഒരു പരാതിയുമില്ല. അവരവരുടേതായ കാര്യങ്ങളിൽ മുഴുകി ജീവിക്കുകയാണ്. കുറച്ച് ദിവസം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയി. അപ്പോഴാണ് വേറൊരു കാര്യം സംഭവിച്ചത്. ഈ ഭ്രാന്തന്മാരൊക്കെ കൂടി ചിന്ത തുടങ്ങി, അല്ല, നമ്മുടെ രാജാവിന് എന്തോ കാര്യമായ പ്രശ്നമുണ്ടല്ലോ. നമ്മളെല്ലാവരും ഇങ്ങനെ ആർത്തുല്ലസിച്ച് ജീവിതം സന്തോഷിക്കുമ്പോൾ രാജാവ് മാത്രം കൊട്ടാരത്തിനകത്ത് അടച്ചിരുന്ന്, രാജാവും രാജാവിൻ്റെ പരിവാരങ്ങളും അതിനകത്ത് അടച്ചിരുന്ന് അവർ മാത്രം വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഇങ്ങനെ നടക്കുന്നു. ഇവർക്ക് എന്തോ കാര്യമായ മാനസിക പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് അവർ നമ്മളെപ്പോലെ നോർമലായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒന്നും ചെയ്യാത്തത്. ഇങ്ങനെ നമ്മളെപ്പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാത്ത ഒരു രാജാവിനെ നമുക്ക് ആവശ്യമാണോ? അതുകൊണ്ട് നമുക്ക് ഈ രാജാവിനെ എങ്ങനെ ഈ സ്ഥാനഭ്രഷ്ടനാക്കിയിട്ട് നമ്മുടെ നിന്നൊരത്തിനെ രാജാവായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാം. അതല്ലേ അതിൻ്റെ ശരി? ഇങ്ങനെ ജനങ്ങളുടെ ചിന്ത എന്നു പടയാളികൾ വഴി രാജാവ് ഈ ചിന്തയും പറഞ്ഞു. രാജാവിന് വീണ്ടും ആദിയായി തുടങ്ങി. കാരണം പണ്ടായിരുന്നെങ്കിൽ തന്നെ രാജഭരണത്തിൽ നിന്ന് മാറ്റുക മാത്രമേ ഉള്ളൂ, ജീവനോടെയെങ്കിലും വിടുമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഭ്രാന്തന്മാരാണ്. അവന്മാരെ കയ്യിൽ പെട്ട് കഴിഞ്ഞാൽ അവന്മാരെ കൊല്ലുക തന്നെ ചെയ്യും. രാജ്യഭരണം മാത്രമല്ല ഉണ്ടാവുക. അയാൾ പടയാളികൾ പറഞ്ഞു, എത്രയും പെട്ടെന്ന് നമ്മുടെ സന്യാസി വര്യനെ ഇവിടെ ഹാജരാക്കുക. പടയാളികൾ ഒത്തിരി അന്വേഷിച്ച് സന്യാസി വര്യനെ രാജാവിൻ്റെ സന്നിധിയിൽ ഹാജരാക്കി. രാജാവ് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്താ ചെയ്യുക? അപ്പോൾ സന്യാസി പറഞ്ഞു, താങ്കളുടെ ഈ പ്രശ്നം എന്ന് പറയുന്നത് താങ്കളുടെ ചെയ്തികൾ മൂലം ഉണ്ടായതാണ്. ഇതിനെനിക്കൊന്നും ചെയ്യാനില്ല. പിന്നെ എനിക്ക് ചെയ്യാവുന്നത്, എൻ്റെ കയ്യിലൊരു പൊടിയുണ്ട്. ആ പൊടി വെള്ളത്തിൽ കലക്കി കുടിക്കുന്നവർക്ക് എല്ലാവർക്കും ഭ്രാന്താവും. താങ്കൾക്കും വേണമെങ്കിൽ പരീക്ഷിക്കാം. രാജാവിന് കാര്യം മനസ്സിലായി. രാജാവ് പരിചാരകരെയും തൻ്റെ ബന്ധുമിത്രാദികളെയും എല്ലാവരെയും വിളിച്ചു പറഞ്ഞു, നമുക്കെല്ലാവർക്കും ഈ വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കാര്യം വളരെയധികം കഷ്ടത്തിലാവും. അവരെല്ലാവരും ആ പൊടി കലക്കിയ വെള്ളം കുടിച്ചു. ഒരു ചെറു പുഞ്ചിരിയോടുകൂടി ആ ആചാര്യൻ അവിടുത്തെ വഴി നടന്നുപോയി. വെള്ളം കുടിച്ച ഉടനെ തന്നെ മുഴുപ്രാന്തിലേക്ക് രാജാവും രാജാവിൻ്റെ കൂട്ടാളികളും പ്രവേശിച്ചു. അവരുടനെ തന്നെ ഉടുതുണികളൊക്കെ ഉരിഞ്ഞെറിഞ്ഞ് നഗരത്തിലൂടെ തലങ്ങും വിലങ്ങും ഓടുവാൻ തുടങ്ങി. മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കാൻ തുടങ്ങി. മലയുടെ മുകളിലേക്ക് ഓടിക്കയറി അവിടെ നിന്ന് ചാടുവാനൊക്കെ തുടങ്ങി. അത് കണ്ടതോടുകൂടി നഗരവാസികൾക്കെല്ലാം സന്തോഷമായി. ആഹാ, ഇതാ ഇവനാണ് നമ്മുടെ രാജാവ്. നമ്മുടെ രാജാവ് ഇതാ നമ്മളെക്കാളും നന്നായി ഓടുന്നു. നമ്മളെപ്പോലെ തന്നെ തുണിയൊന്നും ഇല്ലാതെ അദ്ദേഹം നടക്കുന്നു. ഇങ്ങനെ ഒരുത്തനെ തന്നെയാണ് നമുക്ക് രാജാവായി വേണ്ടത്. ഇവൻ തന്നെയാണ് നമ്മുടെ രാജാവ്. അപ്പോൾ ഈ ഒരു കഥ
ആണ് ഓഷോ പറയുന്നത്. ഈ കഥയിൽ നിന്നും ഓഷോ 2-3 കാര്യങ്ങളാണ് ബേസിക്കലി പറയുന്നത്. ഒന്നെന്ന് പറയുന്നത്, നമ്മുടെ ചിന്തകൾ മറ്റുള്ളവരുടെ ചിന്തകൾക്ക് അതീതമാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചിന്തകളാണ് ശരി, എൻ്റെ ചിന്തകൾ തെറ്റാണ്, അല്ലെങ്കിൽ എൻ്റെ ചിന്തയാണ് ശരി, മറ്റുള്ളവരുടെ ചിന്തകളാണ് ശരി എന്നൊക്കെയുള്ള കാൽക്കുലേഷൻസൊക്കെ തെറ്റാണ്. ജഗതി പണ്ട് പറഞ്ഞു വെച്ച പോലെ അവരുടെ ആവശ്യം നിങ്ങൾക്ക് അനാവശ്യമായിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടേതായ ശരിയും അവരവരുടേതായ തെറ്റുമുണ്ട്. നമ്മൾ ഏത് കണ്ണിലൂടെ ഇത് നോക്കിക്കാണുന്നു എന്നതനുസരിച്ചിരിക്കും ശരിയും തെറ്റും എല്ലാം. അപ്പോൾ നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യാതിരിക്കുക. നമ്മുടെ ജീവിതം ജഡ്ജ് ചെയ്യപ്പെടാനുള്ളതല്ല. ഈ സുന്ദരമായ ഭൂമിയിൽ നമുക്ക് കിട്ടിയ ഈ ഇത്തിരി നിമിഷം